കർത്താവിൻ്റെ ധന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 2025 മെയ് മാസം 25-ാം തീയതി ദൈവസേനയിൽ സഭായോഗമായിട്ട് വീട്ടിലെ സഭ എന്ന നിലയിൽ നമ്മൾ ദൈവസേനയിലായിരിക്കുന്നു. ഇന്ന് പകലിൽ കർത്താവ് നമ്മെ ആത്മീയമായി ഉണർത്തി അനുഗ്രഹിക്കട്ടെ, ജീവൻ്റെ വചനം നൽകി തരട്ടെ. ഏലിപ്രവാചന കാലത്ത് വചനം ദുർലഭമായിരുന്നു, ഇന്നും വചനം ദുർലഭമാണ്. നല്ല നല്ല പ്രാസംഗികന്മാർ പോലും ദൈവവചനം പ്രസംഗിക്കാനായിട്ട് നല്ല നല്ല വാക്യങ്ങൾ എടുത്തിട്ടിട്ട് അവർ ലോകത്തിലെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വളരെ ദൗർഭാഗ്യകരമാണ്. വചനം പ്രസംഗിക്കുക, സമയത്തും അസമയത്തും ഒരുങ്ങിയിരിക്കുക. ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പോഷത്വം, രക്ഷിക്കപ്പെടുന്ന നമുക്ക് ദൈവശക്തി. സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി ദൈവത്തിന് കൊള്ളാകുന്നതിനായി നിൽപ്പാൻ ശ്രമിക്കുക എന്ന് ദൈവവചനത്തിൽ കാണും. 2 തിമോഥെയോസിൻ്റെ ലേഖനത്തിൽ ഒരു വേദഭാഗം എൻ്റെ ഹൃദയത്തിൽ വരുന്നത് 4-1 മുതലുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. ഞാൻ ദൈവത്തെയും ജീവികൾക്കും മരിച്ചവർക്കും ന്യായവിസ്താരം നടത്തുവാനുള്ള ക്രിസ്തുയേശുവിനെയും സാക്ഷി വെച്ച് അവൻ്റെ പ്രത്യക്ഷതയും രാജ്യവും ചൊല്ലി സത്യം ചെയ്ത് കൽപ്പിക്കുന്നത്, വചനം പ്രസംഗിക്കുക, സമയത്തും അസമയത്തും ഒരുങ്ങി നിൽക്കുക, സകല ദീർഘക്ഷമയോടും ഉപദേശത്തോടും കൂടി ശാസിക്കുക, തർജ്ജനം ചെയ്യുക, പ്രബോധിപ്പിക്കുക. ഇതൊക്കെ ഇന്ന് ദൈവസഭയിൽ നിന്ന് അറ്റുപോയതുപോലെ തോന്നിപ്പോവുക. അടുത്ത് പറയുന്നത്, അവർ പഥ്യോപദേശം പൊറുക്കാതെ കർണരസമാകുമാറ് സ്വന്തം മോഹങ്ങൾക്കൊത്തവണ്ണം ഉപദേഷ്ടാക്കന്മാരെ പെരുക്കുകയും സത്യത്തിന് ചെവി കൊടുക്കാതെ കെട്ടുകഥ കേൾപ്പാൻ തിരികെയും ചെയ്യുന്ന കാലം വരും. ഉണ്ടോ? പഥ്യോപദേശം പൊറുക്കാതെ കർണരസമാകുമാറ്. കർണം, ചെവിക്ക് സുഖം വരുന്നത്, കേൾക്കാൻ ഇൻപമുള്ളത്, തമാശ, ഒന്ന് ചിരിപ്പിച്ച് ഒന്ന് രസിപ്പിച്ച്. ഇതിൻ്റെ പിന്നിൽ അപകടമുണ്ട്. ഞങ്ങളെ ദൈവവചനം പഠിപ്പിച്ച കർത്താവിൻ്റെ ദാസൻ ഒരിക്കലും ഇങ്ങനെ പറഞ്ഞു, കർത്താവ് ആരെയും ചിരിപ്പിച്ചില്ല, കരയാൻ പറഞ്ഞിട്ടേ ഉള്ളൂ. യെരുശലേം പുത്രിമാരെ, നിങ്ങൾ എന്നെ ഓർത്ത് കരയേണ്ട, നിങ്ങൾ നിങ്ങളുടെ സന്തതികൾ ഓർത്ത് കരയേ. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്നവരോട് ഞാൻ പറയുന്നു, നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ സന്തതികളെയും ഓർത്ത് കര. രക്ഷിക്കപ്പെടാത്ത ഭർത്താവ്, ഭാര്യ, മക്കൾ, സഹോദരങ്ങൾ, പ്രിയപ്പെട്ടവരെ ഓർത്ത് കരയ്. അതിനുള്ള സമയമാണ്. ഹല്ലേലൂയ. സ്വന്തം മോഹങ്ങൾക്കൊത്തവണ്ണം കർണരസമാകുമാറ് സ്വന്തം മോഹങ്ങൾക്കൊത്തവണ്ണം ഉപദേഷ്ടാക്കന്മാരെ പെരുക്കുക. ബൈബിൾ കോളേജിലുണ്ടാക്കി ഉപദേഷ്ടാക്കന്മാരെ പെരുക്കി വിടുക. ഇതിൽ എത്ര പേര് വേലയ്ക്ക് വെളിയുള്ളവരുണ്ട്? എത്ര പേര് കർത്താവ് തിരഞ്ഞെടുത്തവരുണ്ട്? ഞാനും ബൈബിൾ കോളേജിൽ പഠിച്ച ആളാണ്. 4-5 വർഷം കിടന്ന് ഞാനും ബൈബിൾ കോളേജിൽ പഠിച്ച ആളാണ്. ഞാൻ മനസ്സിലാക്കിയ ഒരു സത്യം തുറന്നു പറയാം, കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി വെളിയുള്ളവരൊക്കെ വളരെ കുറവായിരുന്നു. അപ്പോൾ പിന്നെ എന്തിനാ അവിടെ വന്ന്? 3 നേരം സുഖഭക്ഷണം കിട്ടും, നല്ല സൂപ്പർ ചാപ്പാട്, നല്ല ബെഡ്, ഉറങ്ങാൻ പറ്റിയ സൗകര്യം, നല്ല ബാത്റൂം, എല്ലാ ഫെസിലിറ്റിയും ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് മാസയോഗം നടക്കുമ്പോൾ മൂക്കുമുട്ട തിന്നാം. അല്ലെങ്കിലും 3 നേരം നല്ല ആഹാരം. ഞാനും ഇവിടെ നിന്ന് ആഹാരം കഴിച്ചിട്ടുണ്ട് ചില സമയങ്ങളിൽ. ആഴ്ചയിലൊരിക്കൽ ഇറച്ചി, മീൻ. ഇതൊക്കെ ആഹാരത്തിന് ദൗർലഭ്യമുള്ളവർക്ക്, ആ കുടുംബങ്ങളിൽപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് വന്ന് സുഖമായിട്ട് ഭക്ഷിച്ച് പോകരുതോ? അങ്ങനെ ഭക്ഷിച്ച് പലരും എൻ്റെ അന്വേഷണത്തിൽ കർത്താവിൻ്റെ വേലയിൽ ഇപ്പോൾ വ്യാപൃതരായിരിക്കുന്നവർ വിരലെണ്ണാവുന്നവരേ ഉള്ളൂ. എൻ്റെ ബാച്ചിൽ പഠിച്ചവരിൽ. ഞാൻ എന്തിനാ ഇത് പറയുന്നേ? ഉപദേഷ്ടാക്കന്മാരെ പെരുക്കിക്കൊണ്ടിരിക്കുക, അവർ തന്നെ അങ്ങ് പെരുക്കുക. എഫേസ്യ ലേഖനം പഠിക്കുമ്പോൾ അതിൻ്റെ 4-ാമത്തെ അധ്യായത്തിൽ വളരെ പ്രസിദ്ധമായ ഒരു പ്രസ്താവന പൗലോസ് പറയുന്നുണ്ട്. പ്രസ്താവനയല്ല, അതൊരു ഉപദേശം കൂടിയാണ്. 4:11 മുതൽ അവൻ ചിലരെ അപ്പോസ്തലന്മാരായി, ചിലരെ പ്രവാചകന്മാരായി, ചിലരെ സുവിശേഷകന്മാരായി, ചില ഇടയന്മാരായി, ഉപദേഷ്ടാക്കന്മാരായി നിയമിച്ചിരിക്കും. ദൈവത്തിൻ്റെ നിയമനം അവിടെ നമുക്ക് കാണും. ദൈവത്തിൻ്റെ നിയമനം.
പ്രവൃത്തി പുസ്തകം 20-ാം അധ്യായത്തിലും അതുണ്ട്. പ്രവൃത്തി പുസ്തകം 20-ാം അധ്യായം എടുത്താട്ടെ. അതിൻ്റെ 27 മുതൽ ഞാൻ വായിക്കുന്നു. ദൈവത്തിൻ്റെ ആലോചന ഒട്ടും മറച്ചു വയ്ക്കാതെ ഞാൻ മുഴുവനും അറിയിച്ചു തന്നുവല്ലോ. നിങ്ങളെ തന്നെയും സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ സഭയെ മേപ്പാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ അധ്യക്ഷരാക്കി വെച്ച ആട്ടിൻകൂട്ടം മുഴുവനും സൂക്ഷിച്ചുകൊള്ളുവീൻ. അപ്പോൾ അധ്യക്ഷരാക്കി വെച്ചത് ആരാ? മനുഷ്യരോ? പരിശുദ്ധാത്മാവ് നിങ്ങളെ അധ്യക്ഷരാക്കി വെച്ച ആട്ടിൻകൂട്ടം മുഴുവനും സൂക്ഷിച്ചുകൊള്ളുവീൻ. ഞാൻ പോയ ശേഷം കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കടക്കുമെന്ന് ഞാൻ അറിയുന്നു. ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളയുവാനായി വിപരീത ഉപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ നിങ്ങളുടെ ഇടയിൽ എഴുന്നേൽക്കും. അതുകൊണ്ട് ഉണർന്നിരിപ്പീൻ. ഞാൻ 3 സംവത്സരം രാപ്പകൽ ഇടപെടാതെ കണ്ണുനീർ വാർത്തുകൊണ്ട് ഓരോരുത്തരും ബുദ്ധി തന്നത് ഓർത്തുകൊള്ളുവീൻ. നിങ്ങൾക്ക് ആത്മീയവർദ്ധന വരുത്തുവാനും സകല വിശുദ്ധന്മാരോടുകൂടി അവകാശം തരാൻ കഴിയുന്ന ദൈവത്തിലും അവൻ്റെ കൃപയുടെ വനത്തിലും ഞാനിപ്പോൾ നിങ്ങളെ ഫലമേൽപ്പിക്കുന്നു. അടുത്തുകൂടി അങ്ങ് വായിച്ചേക്കാം. കാരണം ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇന്നത്തെ പല ന്യൂ ജനറേഷൻ ചർച്ചക്കാരും ചെയ്യുന്ന ആ നീചമായ പ്രവൃത്തി ഞാൻ വായിക്കുക. ആരുടെയും വെള്ളിയോ പൊന്നോ ഞാൻ മോഹിച്ചിട്ടില്ല. എൻ്റെ മുട്ടിന് എന്നോടുകൂടിയുള്ളവർക്കും വേണ്ടി ഞാൻ എൻ്റെ കൈകളാൽ അധ്വാനിച്ചു എന്ന് നിങ്ങൾ തന്നെ അറിയുന്നുവല്ലോ. ഇന്ന് പൈസ ഇല്ലെങ്കിൽ പണമിടാം, അല്ല പൈസ ഇല്ലെങ്കിൽ വളയിടാം, വളയില്ലെങ്കിൽ മാലയിടാം, മാലയില്ലെങ്കിൽ താലിയിടാം, താലിയില്ലെങ്കിൽ മൂക്കുത്തി ഇടാം, മൂക്കുത്തി ഇല്ലെങ്കിൽ കാക്കുത്തി ഇടാം, കാക്കുത്തി ഇല്ലെങ്കിൽ പിന്നെ വാച്ചിടാം. എന്തൊക്കെയാ പറയുന്നത്? ഒരു ബിരുദൻ പറഞ്ഞ് ഞാൻ നോക്കുന്നുണ്ട്. നിങ്ങളുടെ ഉണക്ക ഫോൺ എന്തിനാ കൈവച്ചേക്കുന്നത്? ഞോട്ടിട സ്വോത്രാഴ്ചയായിട്ട് ഞാൻ കൊണ്ട് തിന്നട്ടെ. അതെൻ്റെ വക സംസാരമാണ്. അത് വിറ്റ് ഞാൻ തിന്നോളാം. നല്ല ഫോണൊക്കെ കൊണ്ടുവന്ന് വിറ്റ് അവർക്ക് നോക്കും. ഫോൺ കമ്പനിക്കാർ കടക്കാർ നോക്കുമ്പോൾ അവരടിച്ച് നോക്കുമ്പോൾ ഈ ഫോണിന് 2 വർഷത്തെ പഴക്കമുള്ളൂ, 1 വർഷത്തെ പഴക്കമുള്ളൂ. 25,000 രൂപയുടെ ഫോണാണെങ്കിൽ ഈ മാന്യന് 15,000 രൂപ കിട്ടും. വെറുതെ കിട്ടുന്നതല്ലേ. പണ്ടൊരുത്തൻ രോഗശാന്തിക്ക് വേണ്ടി ഒരു അമ്മാമ്മയുടെ 15,000 രൂപ പിടിച്ചു പറിച്ചു. പ്രാർത്ഥിച്ചോളാം, കർത്താവ് സൗഖ്യം തരുമെന്ന് പറഞ്ഞു. 6 മാസം നോക്കി എന്നിട്ട് സൗഖ്യം കണ്ടില്ല. 1-2 പേരോട് ഇത് പറഞ്ഞു ആളെവിടത്തെ ഉള്ള ആളാ? ഇന്ന ആളാ. കള്ളനാണ്. നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പൊക്കോ. കൊണ്ടുവന്ന് കേസ് കൊടുത്തു, പാസ്റ്റിൻ്റെ നമ്പർ കൊടുത്തു. പോലീസ് വിളിച്ചിട്ട് പറഞ്ഞു, ഇത്ര ദിവസത്തിനുള്ളിൽ ആ 15,000 രൂപ റിട്ടേൺ കൊടുത്തില്ലെങ്കിൽ നിന്നെ ഞാൻ ഉണ്ട തീറ്റിക്കുമെന്ന് പറഞ്ഞു. എൻ്റെ പൊന്നെ, ഈ ഫോൺ കോൾ കിട്ടിയപ്പോൾ ആ പാസ്റ്റർ കിടന്ന് കാണിച്ച അക്രാന്തം. കാശുണ്ടാക്കി അമ്മാമ്മയുടെ പേരിൽ അയച്ചു കൊടുത്തിട്ടേ പുള്ളി ശ്വാസം വിട്ടുള്ളൂ എന്നാണ് കേൾവിപ്പെട്ടത്. എന്തിന് ഈ വകയ്ക്കൊക്കെ പോകുന്നു? ശുദ്ധമായ വചനം പ്രസംഗിച്ച് സഭയെ നടത്താൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ആ പഴയ പണിക്ക് പോകും സഹോദരന്മാരെ. എനിക്കതേ പറയാനുള്ളൂ. ഞാൻ വഴക്കായിട്ടൊന്നും പറയുന്നില്ല. നിങ്ങൾ എന്താ ജോലി എടുത്തുകൊണ്ടിരുന്നത്? ഒരാൾ ചിട്ടിക്കമ്പനി നടത്തിക്കൊണ്ടിരുന്നത് ഇൻ്റർനാഷണൽ പ്രോസസിംഗാണ് കേരളത്തിൽ. ലോകം മുഴുവൻ അവന് സഭകളുണ്ട്. പറയുന്നതിൽ ക്ഷമിക്കുക. പേരും ആളും പ്രസ്ഥാനമൊന്നും ഞാൻ പറയുന്നില്ല. ചിട്ടിക്കമ്പനി നടത്തിയവൻ, കറക്ക് കമ്പനി നടത്തിയവനും എന്നു വേണ്ട ഇല്ലാത്ത ഏടാകൂടങ്ങളിൽ ചെന്ന് ചാടി. ഇപ്പം മണിച്ചയും നടത്തിക്കൊണ്ടിരിക്കുക ഉപദേശിമാർ. ഒരു ഉപദേശി എന്നോടൊന്ന് പറഞ്ഞു, ഒരു സഹോദരൻ പറഞ്ഞു, 2 പേർക്ക് ഞാൻ വയറ് നിറച്ചു കൊടുത്തു. അതോടെ അവരുടെ പറച്ചിൽ നിർത്തി. മണിച്ചെയിൻ 2,500-3,000 രൂപ ഇട്ടാൽ മതി. മാസം തോറും 500-600 വെച്ച് കിട്ടിക്കൊണ്ടിരിക്കും. 2 വർഷം കഴിയുമ്പോൾ അച്ചായൻ്റെ കയ്യിൽ ലക്ഷക്കണക്കിന് കാശ് വരുമെന്നാണ് പറയുന്നത്. എനിക്ക് ആ കാശ് വേണ്ട, നിങ്ങൾ കൊണ്ടുപോയി തിന്നു. അത് പാസ്റ്റാണെന്ന് ഓർക്കുമ്പോഴാണ് സങ്കടം. വലിയ പ്രസ്ഥാനത്തിലൊരു വിശ്വാസിയാണെന്ന് ഓർക്കുമ്പോഴാണ് സങ്കടം. പ്രിയമുള്ളവരെ, ഈ മുഹൂർത്തമായിട്ട് ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. തങ്ങളുടെ പിന്നാലെ വലിച്ചു കളയുവാനായി വിപരീത ഉപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ. ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി ഞങ്ങളാകട്ടെ, സ്വർഗത്തിൽ ദൂതനാകട്ടെ, നമ്മുടെ സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. അപ്പം അപ്പോസ്തലന്മാർ പറഞ്ഞു വെച്ച വചനത്തിൻ്റെ വ്യവസ്ഥ വിട്ട് ഏത് മഹാൻ പറഞ്ഞാലും അവൻ ശപിക്കപ്പെട്ടവനാ. ഏത് കുടുംബ മഹിമ പറഞ്ഞാലും, എത്ര ക്വാളിഫിക്കേഷൻ ഉണ്ടെന്ന് പറഞ്ഞാലും, എത്ര ഡിഗ്രി ഉണ്ടെന്ന് പറഞ്ഞാലും, എത്ര ഉന്നതനാണെന്ന് പറഞ്ഞാലും, അപ്പോസ്തലന്മാർ പറഞ്ഞു വെച്ചിരിക്കുന്ന വ്യവസ്ഥ വിട്ട് ഒരു വള്ളി പുള്ളി മാറ്റാൻ ആരെയും ദൈവം അനുവദിച്ചിട്ടില്ല. നന്നായി മനസ്സിലാക്കണം. എൻ്റെ ഹൃദയത്തിൽ വേദന ഉള്ളതുകൊണ്ട് ഞാൻ പറയുക, സങ്കടത്തോടെ ഞാൻ പറയുക. പഥ്യവചനം, പഥ്യോപദേശം പ്രസംഗിക്കാതെ കണ്ട ചപ്പും ചവറും പറഞ്ഞ് ജനത്തെ കയ്യിലെടുത്ത് മീറ്റിംഗ് എങ്ങനെയായിരുന്നു? എന്തൊരു അനുഗ്രഹമായിരുന്നു. ചിരിച്ചിരിച്ച് മണ്ണ് കപ്പിയെന്നാണ് പറയണത്. മുലപ്പാൽ വായിന്ന് വന്നു ചിരിച്ച് ചിരിച്ച്.
മുലപ്പാൽ വായിൽ നിന്ന് വന്നെങ്കിൽ നരകത്തിലേക്ക് പോകാനുള്ള ലക്ഷണമാണത്. അതുകൊണ്ട് മായമില്ലാത്ത പാല് കുടിച്ച് പോസന്മാരുടെ ഉപദേശം ആകിയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിവും എല്ലാ വ്യാജഭാവവും എല്ലാ അസൂയയും എല്ലാം നുണയും നീക്കിക്കളഞ്ഞ് രക്ഷയ്ക്കായി വളരുവാൻ ദൈവവചനമെന്ന മായമില്ലാത്ത പാല് കുടിച്ച് ആത്മീയ വളർച്ച പ്രാപിച്ച് ആത്മീയ വർധന പ്രാപിച്ച് ആത്മീയ നിറവ് പ്രാപിച്ച് കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങ് എന്ന് പറഞ്ഞിട്ട് ഞാൻ മുൻപോട്ട് പോവുകയാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു കപ്പലകൂടം നമ്മുടെ ഈ കേരളത്തിൽ നടന്നു. സ്തോത്രം. ആലപ്പുഴയും മറ്റ് ചില പട്ടണങ്ങളെയും, അത് പട്ടണങ്ങളല്ല, കടൽ തീരങ്ങളെയും വളരെ ആകുലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. ദൈവജനം പ്രാർത്ഥിക്കുക. ഇതുപോലെ എത്ര സംഭവിക്കാൻ കിടക്കുന്നു, ഇനി എത്രയോ സംഭവിക്കാൻ കിടക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവമക്കൾ ശക്തിയോടെ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചുണരുക, പ്രാർത്ഥിച്ച് ബലപ്പെടുക. അനിഷ്ട സംഭവങ്ങൾ തുടങ്ങി. കേരളത്തിൽ ഇതുവരെയും കണ്ടിട്ടില്ലാത്ത ഇന്തോനേഷ്യയിലും ചൈനയിലും ജപ്പാനിലും അതുപോലുള്ള പല യൂറോപ്യൻ രാജ്യങ്ങളിലും നടന്ന ഭീകരമായ അവസ്ഥകൾ നമ്മൾ മൊബൈലിലൊക്കെ കണ്ടിട്ടുണ്ട്, യൂട്യൂബിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. നമ്മുടെ ഇതാ കൊച്ചു കേരളത്തിലേക്കും വന്നു. മലപ്പുറത്ത് പല ഭാഗങ്ങളിൽ 50ഓളം സ്ഥലങ്ങളിൽ ഈ റോഡ് വിണ്ടു കീറിയെന്നാണ് VD സതീശൻ ഒരു പ്രസ്താവന നടത്തിയത്. അദ്ദേഹം പറഞ്ഞത് തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കള്ളത്തരങ്ങളൊക്കെ പറയും അവർ, എങ്കിലും സാമാന്യം വിശ്വസിക്കാവുന്ന ഒരാളായിട്ട് തോന്നുന്നു പുള്ളിയെ. ഹല്ലേലൂയ. ഇതാരാണ് ഇതിന് ഉത്തരവാദി? റോഡ് പണി നടത്തി കോടികൾ ബാങ്കുകളിൽ നിക്ഷേപിച്ച് ഇതാര്? പ്രതിപക്ഷം പറയുന്ന കാര്യങ്ങളാ. ഏത് ഗവൺമെൻറ് ആണെങ്കിലും കൊള്ളാം, സെൻട്രൽ ഗവൺമെൻറ് ആണെങ്കിലും കൊള്ളാം, കേന്ദ്ര ഗവൺമെൻറ് ആണെങ്കിലും കൊള്ളാം, നീതിയോടെ ഭരണം നടത്തുന്നവർ ഇന്ന് ഭൂമിയിൽ കുറവാണ്. അതുകൊണ്ടാണ് കർത്താവ് 1000 ആണ്ട് ഈ ഭൂമിയെ ഭരിക്കാൻ വരുന്നെന്നാണ് എൻ്റെ വിശ്വാസം. ഒരു രാജാവ് നീതിയോടെ വാഴും. ഇവിടുത്തെ രാജാക്കന്മാരും മന്ത്രിമാരും MLA മാരും ഇവരെല്ലാം അനീതിയുടെ കൂത്തരങ്ങാണ്. സ്തോത്രം. കിഴക്കമ്പലത്ത് ഒരു സഹോദരൻ ഒരു ചെറിയ പാർട്ടിയൊക്കെ രൂപീകരിച്ച് നല്ലോണം റോഡൊക്കെ പണിത് പുള്ളി പറഞ്ഞ് 30 വർഷത്തെ വാറണ്ടി ഞാൻ പണിത റോഡിന്. ആയിരക്കണക്കിന് 10,000-കണക്കിന് പേർക്ക് ജോലി കൊടുത്ത് ഒരു നല്ലൊരു സംരംഭത്തിന് വേണ്ടി ഒരുങ്ങിയപ്പോൾ അവനെ കൊന്നു കുഴിച്ചു മൂടി ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടിക്കാരെല്ലാം കൂടി. സത്യം പറയാൻ ആരുടെയും ശുപാർശയൊന്നും വേണ്ട, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാതെ 2020 എന്ന് പറഞ്ഞൊരു പാർട്ടി രൂപം കൊടുത്ത് വന്നു. അവരെ ഒതുക്കിയെല്ലാം കൂടി ചേർത്ത്. കാരണം ഇവിടെയുള്ള പ്രിയപ്പെട്ടവർക്ക് കൊള്ളലാഭം കൊയ്യാനായിട്ട് അവൻ തടസ്സമാണ്. കേരളം അവൻ്റെ ഭരണത്തിൽ വന്നാൽ ഇവിടെയുള്ള വ്യാജന്മാരുടെ ബാങ്കുകളിൽ കാശ് ചെല്ലത്തില്ല. സഹോദരങ്ങളെ, അതീവ വേദനയുള്ളതുകൊണ്ട് ഞാൻ പറയുക, ഇത് തന്നെ ആത്മീയ കുളത്തിൽ സംഭവിച്ചിരിക്കുന്നു. റേറ്റ് പറഞ്ഞ് പ്രസംഗിക്കുന്നു, ഇത്ര ഞങ്ങൾക്ക് കിട്ടണം, എൻ്റെ റേറ്റ് ഇതാണ്, എന്നെ താങ്ങത്തില്ലെന്ന് കേരളം കിടുകിട ഉറപ്പിച്ചൊരു പാസ് പ്രസംഗിച്ചപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ദൈവമേ, എന്താ ഇതൊക്കെ? ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ എൻ്റെ വാക്കുകളെ പരിമിതപ്പെടുത്തട്ടെ. ഒരു പ്രസംഗത്തിൻ്റെ മുഖോരവ് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടാണല്ലോ പ്രസംഗത്തിലേക്ക് കയറുന്നത്. എൻ്റെ മുഖോരവ് ദീർഘിച്ചു പോയെങ്കിൽ ക്ഷമിക്കണം. പറയാനുള്ളത് അത്യാവശ്യം പറഞ്ഞേ പറ്റൂ. അതുകൊണ്ട് 2025 തന്നെ അനിഷ്ട സംഭവങ്ങൾ തുടങ്ങിയിരിക്കുന്നു. ഇനിയുള്ള കാലങ്ങളിൽ വലിയ കഷ്ടങ്ങളും വലിയ ദുരിതങ്ങളും ഈ ഭൂമിയുടെ മേൽ ആഞ്ഞടിക്കും. സൂര്യൻ ഉറങ്ങാൻ പോകും. സൂര്യൻ ഉറങ്ങാൻ പോയി കഴിഞ്ഞാൽ നമ്മുടെ എല്ലാം ചീട്ട് കീറി. എന്നാൽ മഹോദരകാലത്ത് അത് സംഭവിക്കുമെന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ എന്നാലും പ്രാർത്ഥിക്കുക. നമ്മുടെ ദേശം, ഓരോരുത്തരും പാർക്കുന്ന ദേശത്തെ ദൈവങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക. അമേരിക്ക വെള്ളത്തിൽ മുങ്ങിപ്പോകും, താണുപോകുമെന്നൊക്കെ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ സ്തോത്രം കേൾപ്പാനിടയായി. അമേരിക്ക എന്ന് മാത്രമല്ല പല രാജ്യങ്ങളെയും ദൈവം തൊട്ടുകൊണ്ടിരിക്കുക. പ്രകൃതിക്ഷോഭത്തിലൂടെ വലിയ അനിഷ്ട സംഭവങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുക. ഭക്തന്മാരായ നിങ്ങൾ, അവിടെ പാർക്കുന്ന നിങ്ങൾ, അതാത് രാജ്യങ്ങളിലിരുന്ന് ഭരണാധികാരികളെയും ദേശത്തെയും ദൈവങ്ങളിൽ ഏൽപ്പിച്ച് സ്തോത്രം ചെയ്യുക. കാരണം പ്രവചന പുസ്തകങ്ങൾ പറയുന്നു, നാം ദേശത്തിൻ്റെ കാവൽക്കാരാണ്. നമ്മൾ ചാപ്പാടൊക്കെ അടിച്ച് സുഖമായിട്ട് എൻ്റർടൈൻമെൻറ്റ് ചീഞ്ഞളിഞ്ഞത് കാണാൻ 2 ചാനൽ അമേരിക്കയിലുണ്ടെന്നാണ് ഞാൻ കേൾവിപ്പെട്ടത്. പിന്നെ മറ്റത് കണ്ടെയ്നർ കണക്കിനും വന്നിപ്പോൾ ഇവിടെ ഉണ്ട്.
മൊബൈലിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ദൈവസന്നിധിയിൽ പ്രാവിനെ പോലെ കുറുകി പ്രാർത്ഥിക്ക്. അല്ലെങ്കിൽ ദേശത്തിന്മേൽ വരുന്ന ദുരിതത്തിൻ്റെ കഷ്ടതകളിൽ ഞാനും നീയും പേറേണ്ടി വരും എന്ന് പറഞ്ഞ് മുഖോരവ് നിർത്തിയിട്ട് ഞാൻ വിഷയത്തിലേക്ക് വരുന്നു. ഞങ്ങളുടെ ഇന്നത്തെ പ്രസംഗ വിഷയം, സ്തോത്രം, ലൂക്കോസിൻ്റെ സുവിശേഷം 17-ാം അധ്യായം അതിൻ്റെ 26 മുതൽ 36 വരെയുള്ള 10 വാക്യങ്ങൾ. ഒരു വാക്യം കൂടി ഉണ്ട്, അതും കൂടി വേണമെങ്കിൽ നമ്മൾ എടുത്തോ. അതിൻ്റെ തീമായിട്ടുള്ള വിഷയം, കുറുവാക്യമായിട്ട് വായിക്കാനുള്ളത്, നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ മനുഷ്യപുത്രൻ്റെ നാളിലും ഉണ്ടാകും. ഈ വചനത്തെ കർത്താവ് വാഴ്ത്തി തരട്ടെ. സ്തോത്രം, സ്തോത്രം. ഈ വചനത്തിനെതിരെയുള്ള എല്ലാ പോരുകളെയും യേശുവിൻ്റെ നാമത്തിൽ ശാസിക്കുന്നു. ആത്മാവദേശിക്കുന്ന വചനങ്ങളിലൂടെ ഈ വചനത്തിൻ്റെ സത്യങ്ങൾ മറനീക്കി പരിശുദ്ധാത്മാവ് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. അപ്പം നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ മനുഷ്യപുത്രന്റെ വരവിലും ഉണ്ടാകും. എന്താണ് നോഹയുടെ കാലത്ത് സംഭവിച്ചത്? ഒരു പഠന വിഷയമായിക്കോട്ടെ. പലരും വാക്യങ്ങളൊക്കെ എടുത്ത് പറഞ്ഞിട്ട് വല്ലതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇത് കഴിയുമ്പോൾ ഭയങ്കര സങ്കടമാണ്. നമ്പർ ഉണ്ടെങ്കിൽ വിളിച്ചു ചോദിച്ചേനെ, പാർഷേ ഈ അതും ഇതും പറയാതെ ആ പറഞ്ഞ വിഷയത്തിൽ നിൽക്കേ. എനിക്കും പണ്ടങ്ങനെ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. എന്നോട് ഒത്തിരി എന്നെ വഴക്ക് പറഞ്ഞു പലരും. പാസ്റ്റർ വിഷയത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകില്ലേ? സ്തോത്രം. വിഷയത്തിൽ നിന്ന് വ്യതിചലിച്ചു പോയാലും വചനമായിരിക്കും കൂടുതൽ ഞാൻ പറയുന്നതെന്ന് എൻ്റെ ചിന്ത. എന്നാൽ ലോകകാര്യം പറഞ്ഞുകൊണ്ടിരിക്കുക, പട്ടണത്തെക്കുറിച്ച്, അതിനെക്കുറിച്ച്, ഇതിനെക്കുറിച്ചും ഒക്കെ. അതൊക്കെ നമുക്ക് വേറെ സന്ദർഭത്തിൽ പറയാം. ഇവിടെ കടന്നു വന്നിരിക്കുന്ന ജനത്തിന് വചനത്തിൻ്റെ ആഹാരം നമുക്ക് കൊടുക്കുക എന്നുള്ളതാണ്. എൻ്റെ ഈ മെസ്സേജ് ലോകത്തുള്ള പല പ്രിയപ്പെട്ടവരും കേട്ടുകൊണ്ടിരിക്കുക. എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ. അവർ കേട്ട് ഭർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങട്ടെ. അതിനാണ് ഞാൻ ഈ പ്രസംഗിക്കുന്നത്. ഈ കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മൾ തമ്മിൽ ഇനി ഒരിക്കലും കാണുമെന്നൊന്നും എനിക്ക് പ്രതീക്ഷയില്ല. കണ്ടാലും കണ്ടില്ലേലും, കണ്ടാൽ സന്തോഷം, കണ്ടില്ലേലും സന്തോഷം. അക്കരെ പോയി കാണണം, അവിടെ വെച്ച് കാണണം. അവരൊറ്റ ചിന്തയെ എൻ്റെ ഹൃദയത്തിലുള്ളൂ. ആ നിലവാരത്തിലാണ് ഞാൻ ദൈവവചനം പ്രസംഗിക്കുന്നത്. ശുദ്ധഹൃദയം, നല്ല മനസ്സാക്ഷി, നിർവ്യാജ വിശ്വാസം എന്നിവയാൽ ഉളവാകുന്ന ആ ദൈവസ്നേഹത്തിൽ നിന്നുകൊണ്ടാണ് പ്രസംഗിക്കുന്നത്. അതുകൊണ്ട് ശ്രദ്ധിച്ച് കേൾക്കുക. നോഹയുടെ കാലം പോലെ മനുഷ്യപുത്രന്റെ വരവാകും. എന്താണ് നോഹയുടെ കാലത്ത് സംഭവിച്ചതെന്ന് ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിലേക്ക് വരണം. ഒത്തിരി അധ്യായങ്ങളുണ്ടെങ്കിലും കുറഞ്ഞ പക്ഷെ അതിൽ നിന്ന് നമ്മൾ ചിന്തിക്കുക. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം എടുത്താട്ട്. ഹല്ലേലൂയ. ആ 6-ാം അധ്യായത്തിലെ വിഷയങ്ങൾ പഠിച്ചു വരുമ്പോഴാണ് നോഹയുടെ കാലത്തെ കാര്യങ്ങൾ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോഴാണ് നമ്മൾ ഞെട്ടിപ്പോകുന്നു, ഭയന്ന് വിറച്ചു പോകും നമ്മൾ. എൻ്റെ ദൈവമേ, നോഹയുടെ കാലത്ത് സംഭവിച്ചതെല്ലാം ഇവിടെ സംഭവിച്ചു കഴിഞ്ഞല്ലോ. എൻ്റെ ഭാഷ നിങ്ങൾ കേട്ടാൽ ഞെട്ടരുത്. അതിനെ കവച്ചു വെച്ചിരിക്കുകയാണ്. ഈ നോഹയുടെ കാലത്ത് മനുഷ്യൻ മുഴുവൻ പാപം ചെയ്ത് പാപത്തിൻ്റെ അതിപ്രസരത്തിൽ ജീവിച്ച് ദൈവത്തിൻ്റെ കോപം ഏറ്റുവാങ്ങത്തക്ക നിലയിൽ അവരായിത്തീർന്നുവെന്ന് പുസ്തകത്തിൽ നമ്മൾ പഠിച്ചെടുക്കുക. അതേ സ്റ്റേജായിപ്പോഴും അതിനേക്കാൾ ഓവർകം ചെയ്തു. ഇതാരും മനസ്സിലാക്കുന്നില്ല, ഇതാരും പഠിക്കുന്നില്ല, ഇതാരും ഗ്രഹിക്കുന്നില്ല. ഉൽപ്പത്തി 6 ഞാൻ വായിക്കുന്നു. മനുഷ്യൻ ഭൂമിയിൽ പെരുകി തുടങ്ങി. അവർക്ക് പുത്രിമാർ ജനിച്ചപ്പോൾ ദൈവത്തിൻ്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രിമാരെ സൗന്ദര്യമുള്ളവരെന്ന് കണ്ടിട്ട് തങ്ങൾക്ക് ബോധിച്ച എവരെയും ഭാര്യമാരായി എടുത്തു. അപ്പോൾ യഹോവ, മനുഷ്യനിൽ എൻ്റെ ആത്മാവ് സദാകാലവും വാദിച്ചു കൊണ്ടിരിക്കയില്ല. അവൻ ജഡം തന്നെയല്ലോ, എങ്കിലും അവൻ്റെ കാലം 120 സംവത്സരമാകും എന്നരുളി ചെയ്തു. ശ്രദ്ധിച്ചേ, ഇവിടെ സംഭവിച്ചതെന്താ? മനുഷ്യൻ ഭൂമിയിൽ പെരുകി തുടങ്ങി. ഹല്ലേലൂയ. മനുഷ്യൻ പെരുകും തോറും എന്ത് ചെയ്യുന്നു? വഷളത്വത്തിലേക്ക് പോവുക. ഈ ചെറിയ ഉൽപ്പന്നങ്ങൾ ചെറിയ തോതിൽ ചില കമ്പനികൾ ഇറക്കും. ഫുഡ് ഐറ്റംസ് ആണെങ്കിലും മറ്റെന്താണെങ്കിലും അതങ്ങോട്ട് ഇറക്കി ഒത്തിരി വിപണി പിടിച്ചു കഴിയുമ്പോൾ ഒത്തിരി ക്വാണ്ടിറ്റി
സെയിലാവുന്നു എന്ന് പറയുമ്പോൾ കുറേ മായവും ചേർക്കാതെ കൊടുക്കും. ഈ വെള്ളം കുടിക്കുന്നവരെല്ലാം പിന്നെയും ദാഹിക്കും. അപ്പോൾ കൂടുതൽ ലാഭം കിട്ടാൻ വേണ്ടി എന്ത് പറ്റി? കൂടുതൽ പ്രൊഡക്റ്റ് ഇറക്കി അതിൻ്റെ ഒറിജിനാലിറ്റി നഷ്ടപ്പെടുത്തുന്ന ഒത്തിരി കമ്പനികൾ എനിക്കറിയാം. ഞാനൊന്നും പേരെടുത്ത് പറയാൻ താല്പര്യപ്പെടുന്നില്ല. ദൈവസഭ അതുപോലെ ആയിരിക്കുക. പണ്ടുള്ള കാലങ്ങളിൽ നല്ല വിശ്വാസികളും നല്ല ശുശ്രൂഷന്മാരും ഉണ്ടായി. ഇന്നിപ്പോൾ ക്വാണ്ടിറ്റി കൂടിയപ്പോൾ മുഴുവൻ ചപ്പും ചവറുമായി. ഒരു ഗുണനിലവാരമില്ലാത്ത ശുശ്രൂഷകന്മാരും ഒരു നിലവാരമില്ലാത്ത ആ വിശ്വാസികളെയും കൊണ്ട് ആത്മീയ കോളം നിറഞ്ഞു കിടക്കും. എല്ലാവർക്കും ആള് കിട്ടിയാൽ മതി. പണ്ട് കെ ചെറിയാൻ ഭാഷ പ്രസംഗിച്ച് എനിക്ക് വലിയ ഇഷ്ടമായി. ഞാൻ അദ്ദേഹത്തിന് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ കൂടിയാണ്. ദൈവത്തിൻ്റെ സഭയിലെ എണ്ണം നമ്മൾ അതിശയിച്ചു പോകും. എൻ്റെ നാമത്തിൽ 2 3 പേർ. ഇന്ന് ഈ പ്രോസ്പെറിറ്റി പ്രസംഗിച്ച് കിടക്കുന്ന പാസ്റ്റർമാരുടെ കണ്ണിപ്പെടാത്തൊരു വിഷയമാണിത്. 2 3 പേർ. കാരണം 2 3 പേർ കൊണ്ട് അവർക്ക് സുഖിച്ച് ജീവിക്കാൻ പറ്റത്തില്ല. ഫ്ലൈറ്റിൽ യാത്ര ചെയ്യാൻ പറ്റത്തില്ല. കോടികൾ സമ്പാദിക്കാൻ പറ്റത്തില്ല. അതിനുവേണ്ടി ആളെ കൂട്ടുക, ആളെ കൂട്ടി കാശുണ്ടാക്കുക. എനിക്കറിയാം, ഞങ്ങളുടെ എറണാകുളം പട്ടണത്തിൽ ഒരു സഭയുണ്ട്. പേരും പ്രസ്ഥാനമൊന്നും വെളിപ്പെടുത്തുന്നില്ല. 500 രൂപ ഉണ്ടെങ്കിൽ ഈ സഭയിലോട്ട് വന്നാൽ മതി. സ്വത്രാഴ്ച 500 ഇട്ടാൽ മതി. 500 ഇടണം, അല്ലെങ്കിൽ പറ്റില്ല. ഇവരിൽ ഏത് ആത്മാവ്? ഇവർ പ്രസംഗിക്കുന്ന ഏത് ക്രിസ്തു? ഇവർ പറയുന്നത് ഏത് സുവിശേഷം? ഞാൻ പറയാം, മറ്റൊരു സുവിശേഷം, മറ്റൊരു ആത്മാവ്, മറ്റൊരു ക്രിസ്തു. ജനം തിരിച്ചറിയായത് ഭൗതിക ലാഭത്തിന് വേണ്ടി ആളെ കൂട്ടി കാശുണ്ടാക്കി സുഖിക്കുന്ന സുഖിയന്മാർ, സുവിശേഷ കോളത്തിൽ വ്യാജ സുവിശേഷകന്മാർ, വ്യാജ അല്ലെങ്കിൽ കള്ളപ്രവാചകന്മാരും ദുർവുപദേഷ്ടകന്മാരും പെരുകിക്കൊണ്ടിരിക്കുന്നു. ജനം സൂക്ഷിക്കുക. ഇത് രാവിലെ എൻ്റെ ഒരു സ്നേഹിതൻ പ്രസംഗിച്ച കുറുവാക്കി എനിക്ക് വലിയ ഇഷ്ടമായി. കള്ളപ്രവാചകന്മാരെ എങ്ങനെ തിരിച്ചറിയാം? അവരുടെ ഫലങ്ങളാൽ തിരിച്ചറിയാം. കൂടുതലൊന്നും നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട. ഒരു വചനം തന്നെ എടുത്താൽ മതിയല്ലോ. നമ്മൾ നമ്മുടെ അഭിപ്രായങ്ങൾ പറയാതെ വചനം ഒന്നെടുക്കേ. മത്തായിയുടെ സുവിശേഷത്തിലേക്ക് വാ. കള്ളപ്രവാചകന്മാരെങ്ങനെ തിരിച്ചറിയാം? അതും ഇതൊന്നും പറഞ്ഞ് സമയം കളയണ്ട. കർത്താവ് പറഞ്ഞതിലേക്ക് ഞാൻ മടങ്ങി വരികയാണ്. ഹല്ലേലൂയ. ഇടുക്കുവാതിലൂടെ അകത്ത് കടപ്പാൻ പോരാടും. മത്തായി 7:13-14. ഇടുക്കുവാതിലൂടെ അകത്ത് കടപ്പിൻ. നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും വഴി വിശാലവും അതിൽ കൂടി കടക്കുന്നവർ അനേകരുമാകുന്നു. ജീവങ്കിലേക്ക് പോകുന്ന വാതിൽ ഇടുക്കവും വഴി ഞെരുക്കവുമുള്ളതത്രേ, അത് കണ്ടെത്തുന്നവർ ചുരുക്കമത്രേ. കള്ളപ്രഭവന്മാരെ സൂക്ഷിച്ചുകൊള്ളുവീൻ. അവർ ആടുകളുടെ വേഷം കൊണ്ട് നിങ്ങളുടെ അടുക്കൽ വരുന്നു. അകമയോ കടിച്ചു കീറുന്ന ചെന്നായ്ക്കളാകുന്നു. അവരുടെ ശുശ്രൂഷ ഹൃദയത്തിൻ്റെ ഉള്ളിൽ കടിച്ചു കീറുക, ഹൃദയത്തിൻ്റെ കാഴ്ചപ്പാടുകളെ നശിപ്പിച്ച് കളയുക. അതാണ് അകമയെ കടിച്ചു കീറുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത്. പുറമേ അല്ല അവരുടെ ശുശ്രൂഷ കേൾക്കുന്നത്, ഹൃദയത്തില. നല്ല പത്യവചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സഹോദരൻ, ഒരു സഹോദരി ഒരാഴ്ച ഈ കള്ളപ്രവാചകന്മാരുടെ ഉപദേശം കേട്ടാൽ ആ പത്യവചനം തിരിച്ചു കളഞ്ഞിട്ട് അവർ അങ്ങോട്ട് പോകും. അവിടെ അകം മുഴുവൻ പിശാച് കടിച്ചു കീറി അവരുടെ അകത്ത് പിശാചിൻ്റെ പ്രവൃത്തി ചെയ്തിട്ട് അവനെ എന്തു ചെയ്യും? നാശത്തിലേക്ക്, വിശാലമായ വഴിയിലേക്ക് അവനെ വലിച്ചുകൊണ്ട്. അത് അകമയെ കടിച്ചു കീറുന്ന ചെന്നായിട്ടെന്ന് പറഞ്ഞിരിക്കുന്നത്. അവരുടെ ഫലങ്ങളാൽ അവരെ തിരിച്ചറിയാം. മുള്ളുകളിൽ നിന്ന് മുന്തിരിപ്പഴവും ഞെരിഞ്ഞുകളിൽ നിന്ന് അത്തിപ്പഴവും പറിക്കുമാറുണ്ടോ? നല്ല വൃക്ഷമൊക്കെ നല്ല ഫലം കായ്ക്കുന്നു, ആകാത്ത വൃക്ഷമോ ആകാത്ത ഫലം കായ്ക്കുന്നു. നല്ല വൃക്ഷത്തിന് ആകാത്ത ഫലവും ആകാത്ത വൃക്ഷത്തിന് നല്ല ഫലവും കായ്പാൻ കഴിയില്ല. ആകയാൽ അവരുടെ ഫലത്താൽ നിങ്ങളവരെ തിരിച്ചറിയാം. എന്നിട്ടാണ് കർത്താവ് എന്നോട് കർത്താവേ എന്ന് പറയുന്ന യവനുമല്ല സ്വർഗസ്നായ പിതാവിൻ്റെ ഇഷ്ടം ചെയ്ത് സ്വർഗരാജ്യത്തിൽ കിടക്കുന്നത്. സ്വർഗരാജ്യത്തിൽ കിടക്കുന്ന പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നത് ആരാ? പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവരാ. ആരായി പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവർ? യേശുക്രിസ്തു അതിനെക്കുറിച്ച് യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നുണ്ടെങ്കിലും ശരിയായി പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നത് അപ്പോസ്തലന്മാരത് പഠിപ്പിക്കുന്നേ. ശരിക്കും ഇതല്ലോ ക്രിസ്തുയേശുവിൽ നിങ്ങളെക്കുറിച്ചുള്ള ദൈവ ഇഷ്ടം എന്നുള്ളത് 1 തെസ്സലോനി 5:13 മുതലുള്ള വേദഭാഗങ്ങൾ വായിച്ചു വരുമ്പോൾ ഇതല്ലോ പിതാവിൻ്റെ ഇഷ്ടം. അവിടെ പറയുന്ന 13 കൂട്ടം കാര്യങ്ങൾ ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും അത് പറയാൻ എനിക്ക് പ്രേരണയുണ്ട്. ഇപ്പോഴും ഞാനത് പറയാം. കാരണം അതാണല്ലോ ആത്മാവ് ഉദ്ദേശിക്കുന്ന വചനങ്ങൾ എന്നുള്ളത്. ഇത് മനസ്സിലാക്കാതെ ഒത്തിരി ക്രിസ്ത്യാനികൾ, വിശ്വാസികൾ എന്ന് പറയുന്ന ലോകത്ത് കിടപ്പുണ്ട്. അവരെല്ലാം ഇത് ഗ്രഹിക്കാൻ വേണ്ടിയാണ് ഞാനിത് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഹൃദയത്തിൽ തരുമ്പോൾ
ഇത് പറയാനായിട്ട് ഞാൻ ശരണപ്പെടുന്നത്. പ്രിയമുള്ളവരെ, നിങ്ങളിത് മനസ്സിലാക്കും. 1 തെസ്സലോനി 5-ാമത്തെ അധ്യായത്തിൻ്റെ 13 വാക്യങ്ങൾ. അത് എൻ്റെ 2-ാം പാർട്ട് തൊട്ടാ. തമ്മിൽ സമാധാനമായിരിക്കും. സഹോദരന്മാരെ, ഞങ്ങൾ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, ക്രമം കെട്ടവരെ ബുദ്ധി ഉപദേശിപ്പിൻ, ഉൾക്കരുത്തില്ലാത്തവരെ ധൈര്യപ്പെടുത്തുവിൻ, ബലഹീനരെ താങ്ങുവിൻ, എല്ലാവരോടും ദീർഘക്ഷമ കാണിപ്പിൻ, ആരും തിന്മയ്ക്ക് പോലും തിന്മ ചെയ്യാതിരിക്കാൻ നോക്കുവിൻ, തമ്മിൽ എല്ലാവരോടും എപ്പോഴും നന്മ ചെയ്തുകൊണ്ടിരിപ്പിൻ, എപ്പോഴും സന്തോഷിപ്പിൻ, ഇടവിടാതെ പ്രാർത്ഥിപ്പിൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവിൻ. ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തുയേശുവിൽ ദൈവ ഇഷ്ടം, ദൈവത്തിൻ്റെ ഇഷ്ടം. ആത്മാവിനെ കെടുക്കരുത്, പ്രവചനം തുച്ഛീകരിക്കരുത്, സകലവും ശോധന ചെയ്ത് നല്ലത് മുറുകെ പിടിപ്പീൻ, സകലവിധ ദോഷവും വിട്ടകലുവീൻ. ഇതും ദൈവത്തിൻ്റെ ഇഷ്ടമാ. സ്തോത്രം. അങ്ങനെ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്തു കഴിയുമ്പോൾ സമാധാനത്തിൻ്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കും. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയെങ്കിൽ അനന്യമായി വെളിപ്പെടുവണ്ണം കാക്കപ്പെടുമാറാകട്ടെ. അപ്പം അത്രയും കാര്യങ്ങൾ ചെയ്താൽ ദൈവം നിങ്ങളെ ശുദ്ധീകരിക്കും, ദൈവം നിങ്ങളെ കാക്കും. ഇല്ലെങ്കിൽ ഇല്ല. അതാണ് അപ്പോസ്തലന്മാരുടെ ഉപദേശത്തിൻ്റെ ഒരു പ്രത്യേകത. അവർ പറഞ്ഞു വെച്ചിരിക്കുന്നതൊക്കെ ഇന്ന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. ആ ദൈവത്തോട് പ്രാർത്ഥിച്ച് ആത്മാവിൽ അത് ഗ്രഹിക്കുക എന്നുള്ളതല്ലാതെ വേറെ ഒരു വഴിയില്ല. ആര് സ്വർഗത്ത് പോകുമെന്ന് 1 തെസ്സലോനി 5:13 മുതൽ ഈ ഭാഗങ്ങളുണ്ട്, വ്യക്തമായിട്ടുണ്ട്. നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാകുന്നു, അവനത് നിവർത്തിക്കും. ഈ പ്രമാണത്തിൽ നിന്ന് അത് നിവർത്തിക്കും, ഇല്ലെങ്കിൽ ഇല്ല. ദൈവേഷ്ടം ചെയ്താൽ അത് നിവർത്തിക്കും. അല്ലെങ്കിൽ ദൈവം വിശ്വസ്തൻ തന്നെയാണ്, പക്ഷേ ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ കണ്ടുവന്ന് വരികയില്ല. 26-27 കൂടി ഞാൻ വായിക്കാം. സകല സഹോദരന്മാരെ വിശുദ്ധ ചുംബനത്താൽ വന്ദനം ചെയ്യുവിൻ. കർത്താവാണ്. സഹോദരന്മാരൊക്കെ ഈ ലേഖനം വായിച്ച് കേൾപ്പിക്കണം. കണ്ടോ, തെസ്സലോനിക്ക ലേഖനം എല്ലാ സഭയിലും വായിച്ച് കേൾപ്പിക്കണമെന്ന് പൗലോസ് ഇവിടെ പറയുന്നത് ഇന്നത്തെ നമ്മുടെ ബഹുമാനപ്പെട്ട പാസ്റ്റർമാരുടെ തലമണ്ടയിലോട്ട് അത് കയറിയിട്ടില്ല. അവർ സങ്കീർത്തനം പാടിക്കൊണ്ടിരിക്കുക. മോശെ, ഏലിയാവും ദാവീദും വെട്ടും കുത്തും അടിയും പിടിയും ബഹളമായിട്ടിരിക്കുക. അതുകൊണ്ടാണ് സഭകൾ, നേതൃത്വ നിരകൾ കോടതിയിൽ നിന്ന് കയറി ഇറങ്ങുന്നതെന്ന് ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക. ജീവൻ വേണമെങ്കിൽ ഓടി രക്ഷപ്പെട്ടോ. എനിക്കതേ പറയാനുള്ളൂ. ലോകത്തിൻ്റെ ഭാര്യയോട് എന്താ പറഞ്ഞത്? ഓടിപ്പോ, എവിടെയെങ്കിലും നിൽക്കരുത്, പുറകോട്ട് നോക്കരുത്. എനിക്ക് ആ പട്ടണത്തിലേക്ക്, അന്ന് അങ്ങോട്ട് പോക്കോ, എനിക്ക് ഇങ്ങോട്ട് പോകാം, അന്ന് അങ്ങോട്ട് പോക്കോ. എല്ലാം കൊടുത്തു, എല്ലാ ഇളവുകളൊക്കെ കൊടുത്തു. പക്ഷെ എന്നിട്ട് എന്ത് കിട്ടി? വാരിക്കോരി കൂട്ടി വെച്ച ലോകത്തിൻ്റെ സമ്പൽ സമൃദ്ധിയിൽ വാരിക്കോരി കൂട്ടി വെച്ച ഭൗതികത്തിലേക്ക് കണ്ണു വായിച്ചു ആയിരിക്കുമെന്നൊക്കെ പലരും പ്രസംഗിക്കുക. സത്യമില്ലാതില്ല അതിൽ. പുറകോട്ട് നോക്കി എന്താ സമ്പാദിച്ചു വെച്ചതിലൊക്കെ തീ ഇറങ്ങണോ ദൈവമേ എന്ന് നോക്കിയതായിരിക്കാം. എനിക്കറിയത്തില്ല, അങ്ങനെ അവിടെ എഴുതിയിട്ടില്ല. പുറകോട്ട് നോക്കി ഡെഡായി മാറി, ഉപ്പുതൂണായി മാറി. കർത്താവ് ലോത്തിൻ്റെ ഭാര്യയെക്കുറിച്ച് പറഞ്ഞ, നമ്മുടെ പ്രസംഗ വിഷയത്തിലെ വിഷയമാണല്ലോ അത്. കർത്താവ് ലോത്തിൻ്റെ ഭാര്യയെക്കുറിച്ച് പറഞ്ഞ, റിമെമ്പർ ലോട്ട്സ് വൈഫ്, ലോത്തിൻ്റെ ഭാര്യയെ ഓർത്തുകൊള്ളുവിൻ. പത്രോസ് എന്താ പറഞ്ഞത്? നീതിമാനായ വലഞ്ഞുപോയ ലോത്ത്. 2 ക്യാരക്ടറും നശിച്ചുപോയി. ഹല്ലേലൂയ. വലഞ്ഞുപോയി. പെന്തക്കോസ്ത് ഹോളത്തിൽ ലക്ഷക്കണക്കിന് ശുശ്രൂഷാവൃന്ദങ്ങളും വിശ്വാസികളും വലഞ്ഞു കിടക്കുന്നു എന്ന് പറഞ്ഞാൽ സത്യം, സത്യം, സത്യം. ഭൗതികത്തിന്റെ പുറകെ പോയി. ദേവാസിന്റെ കൂട്ടരായിരുന്നവരൊക്കെ. ദേവാസന്റെ പൗലോസിനെ വിട്ട് തെസ്സലോനിക്കയിലേക്ക്, തെസ്സലോനിയിൽ കള്ളക്കച്ചവടം നടത്താം, ഇല്ലാത്ത സകല പരിപാടിയും നടത്താം. അതിന്റെ ചരിത്ര പഠനത്തിലേക്ക് വരുമ്പോൾ അതൊന്നും പറയാൻ സമയം എനിക്കില്ല. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഞാൻ വളരെ സ്നേഹത്തോടെ പറയട്ടെ, കർത്താവിൻ്റെ വരവായി. ഒരുങ്ങാനുള്ള സമയമേ ഉള്ളൂ. ചതിയിൽ പെടരുത്. കള്ളപ്രവാചകന്മാരും ദുർവേഷകന്മാരുടെ ഉപദേശത്തിൽപ്പെട്ട് ആത്മാവിൻ്റെ രക്ഷ നഷ്ടപ്പെടുത്തരുത്. വളരെ വിനീതമായി, താഴ്മയോടെ, വിനയത്തോടെ, സ്നേഹത്തോടെ ഞാൻ പറയുന്നു, നോഹയുടെ കാലം പോലെ മനുഷ്യപുത്രൻ്റെ വരവാകും. ആയി കഴിഞ്ഞു. നോഹയുടെ കാലം പോലെ മനുഷ്യപുത്രന്റെ വരവായി. ആ കാലമായി. എങ്ങനെ അറിയാം പാസ്റ്റർ? തങ്ങൾക്ക് ബോധിച്ച പോലെ നടക്കുന്ന ഒരു ഗ്രൂപ്പ് വിശ്വാസികളും പാസ്റ്റർമാരും ഇതിൽ പെടുമെന്ന് ഉള്ളത് വളരെ വേദനാജനകമാണ്. സ്തോത്രം. എന്തോ ചെയ്യാനാ?
ഹല്ലേലൂയ. സ്തോത്രം. നോഹയുടെ കാലത്തിന്റെ വഷളത്വത്തിൽ ഈ കാലഘട്ടം ആയിത്തീർന്നു. പെന്തോക്കോ സമൂഹമേ, ഇനിയെങ്കിലും നിങ്ങൾ ഇത് മനസ്സിലാക്കുക. അമേരിക്കയിലും യൂറോപ്യൻ രാജ്യങ്ങളിലും നടക്കുന്ന വഷളത്വങ്ങളെ കുറിച്ച് പറയാൻ തുടങ്ങിയാൽ അന്തമില്ല. നിരീശ്വരവാദികളും ജഡീകന്മാരും ലോകസ്നേഹികളും ദ്രവ്യാഗ്രഹികളും. അമേരിക്കൻ പ്രസിഡന്റ് ഗൾഫ് നാടുകളിൽ വിസിറ്റിംഗ് നടത്തി. എന്തിനാ? അവരെ നന്നാക്കാനാണ്. സമാധാന ദൂതനായിട്ടാണ് പുള്ളി പോയത്. പ്രബുദ്ധരായ വിശ്വാസികൾക്കറിയാം പുള്ളിയുടെ ലക്ഷ്യം എന്താണെന്ന്. ഹല്ലേലൂയ. സമാധാനം സമാധാനം എന്ന് പറയുമ്പോൾ ഗർഭിണിക്ക് പ്രസവവേദന വരുന്ന പോലെ പെട്ടെന്ന് നാശം വന്ന് സംഭവിക്കും. പണ്ടൊക്കെ അത്തി തടുത്ത്